ഹലോ, എൻ്റെ പേര് ഷബന പി.എസ്. ഞാൻ എം.കോം ഫസ്റ്റ് ഇയർ ആണ് ലേൺ വൈസിൽ ചെയ്യുന്നത്. ഞാൻ വന്നിട്ട് തൃശ്ശൂരാണ് താമസിക്കുന്നത്. എനിക്ക് എൻ്റെ ലേൺ വൈസ് എക്സ്പീരിയൻസ് കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ തികച്ചും ഓൺലൈനിലൂടെ തന്നെയാണ് ഞാൻ ഈ ലേൺ വൈസിനെ കുറിച്ച് പരിചയപ്പെടുന്നതും ലേൺ വൈസ് എന്താണെന്നുള്ളതൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാം വഴിയാണ് ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞത്. പിന്നെ എൻ്റെ ലേൺ വൈസിലെ ജേണി ഇതുവരെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഞാൻ ലേൺ വൈസിൽ വന്ന് ജോയിൻ ചെയ്ത സമയത്ത് അതുപോലെ തന്നെ എനിക്ക് അതിനെക്കുറിച്ച് ഒരുപാട് ഡൗട്ട്സുകളെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഈ ലേൺ വൈസിലൂടെ കോൺടാക്ട് ചെയ്തത് തസ്ലിമ മാമിനെ ആയിരുന്നു. മാം വഴിയാണ് എനിക്ക് ഇങ്ങനൊരു കാര്യങ്ങളെല്ലാം എനിക്ക് ഷെയർ ചെയ്ത് തന്നതും ഒക്കെ. കാരണം ഞാൻ 2024 ശരിക്കും അഡ്മിഷൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച് എനിക്കൊരു വർഷം വേണ്ടി വന്നു ഞാൻ ഇതിലേക്ക് ജോയിൻ ചെയ്യാൻ്റെ കുറേ ഡൗട്ട്സുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എനിക്ക് കറക്റ്റായിട്ട് എനിക്ക് പറയുകയാണെന്ന് വെച്ചാൽ ഒരു വർഷം വേണ്ടി തന്നെ വന്നു. പിന്നെയാണ് ഇപ്പോൾ 2025 ഇപ്പോൾ കണ്ണടച്ച് ഞാൻ എൻ്റെ എം.കോം ജേണി ലേൺ വൈസിലൂടെ തുടർന്ന് കൊണ്ടുപോകുന്നത്. പിന്നെ പറയാന്ന് വെച്ചാൽ 2020 എൻ്റെ ഡിഗ്രി കഴിഞ്ഞത്. അത് സേക്രഡ് ഹാർട്ട് കോളേജ് ചാലക്കുടി ആയിരുന്നു. അപ്പോൾ അവിടെ ഡിഗ്രി കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും ആഫ്റ്റർ കൊറോണ പിന്നെ എൻ്റെ കല്യാണം കാര്യങ്ങൾ അങ്ങനെ എല്ലാ മാരേജും കാര്യങ്ങളെല്ലാം അങ്ങനെ വന്ന കാരണം എനിക്കത് അങ്ങനെ കണ്ടിന്യൂ പിന്നെ എൻ്റെ മാസ്റ്റർ ഡിഗ്രി എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിനെക്കുറിച്ചൊന്നും ആ ഒരു ഇതിലേക്കൊന്നും പിന്നെ പോയില്ല, അതിനുള്ള ഒരു ഇതൊന്നും കിട്ടിയില്ല. പക്ഷെ അതിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ ടാലി കോഴ്സ് SAP അങ്ങനത്തെ ആ കോഴ്സുകൾക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ആഫ്റ്റർ കാരിങ് ആയി. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഒന്ന് ബേബിക്കൊരു 1-2 ഇയർ ആയപ്പോഴാണ് ഞാൻ പിന്നെയും റീജോയിൻ ചെയ്തത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ ഭാഗത്തു നിന്നായാലും ഫാമിലി സപ്പോർട്ടായാലും എനിക്ക് വന്നിട്ട് ഞാൻ എൻ്റെ പഠിത്തത്തെ കുറിച്ച് ആലോചിച്ചത് തന്നെ. അതിനുശേഷം ഇപ്പോൾ ഞാൻ ലേൺ വൈസിൽ നല്ല രീതിയിൽ തന്നെ എല്ലാം മനസ്സിലാക്കിയും എനിക്ക് കൂടെ നിൽക്കുന്ന 2 മാമുകളുണ്ട്, തസ്ലിമ മാമും രാഗി മാമും. ഫസ്റ്റ് അവർക്ക് എല്ലാവർക്കും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരുപാട് ഡൗട്ടുകളുള്ള ഒരാളാണ്. കാരണം വെച്ചാൽ എനിക്ക് ഒന്നും വേഗം എനിക്കിങ്ങനെ ഒരു തവണ പറഞ്ഞാലും എനിക്ക് വീണ്ടും ഞാനായിട്ട് പിന്നെ ചെയ്യുമ്പോൾ പിന്നെയും എനിക്ക് കൺഫ്യൂഷൻസാണ്. അപ്പോൾ ഞാൻ വീണ്ടും ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പോൾ തന്നെ ഓരോ കാര്യങ്ങൾ ഇപ്പോൾ ഫോം ഫിൽ ചെയ്യലായാലും നമ്മുടെ ID കാർഡ് ഇതാക്കലായാലും അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കായാലും ഞാനിങ്ങനെ ഇതാക്കുമ്പോൾ വീണ്ടും ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് എൻ്റെ പൊതുവെ. പിന്നെ എൻ്റെ ഈ ഒരു ജേണി എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് എൻ്റെ ഒരു ജേണി. എനിക്ക് ഇപ്പോൾ സപ്പോർട്ടിങ് ആയി നിൽക്കുന്ന മാമുകൾ അതുപോലെ തന്നെ ഇപ്പോൾ ഫാമിലി ആയാലും എല്ലാം കൊണ്ടും എനിക്കിപ്പോൾ എൻ്റെ ഒരു പഠനത്തിൽ ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പിയാണ്. എനിക്ക് ലേൺ വൈസിൽ നിന്നായാലും ഇഗ്നോൻ്റെ ആ ഒരു ഭാഗത്തു നിന്നായാലും എനിക്ക് ഇപ്പം പോസിറ്റീവായിട്ടുള്ളൊരു സപ്പോർട്ട് മാത്രമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളൂ. നെഗറ്റീവായിട്ടുള്ള ആ ഒരു ഫീലിങ്സ് എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. അത് മുന്നോട്ടും കീപ്പ് ചെയ്ത് പോകുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആണ് എൻ്റെ ഒരു ജേണി, ഇതുവരെയുള്ള എൻ്റെ ഒരു ജേണി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഗ്യാപ്പ് വന്നപ്പോൾ എനിക്ക് വീണ്ടും അതിനൊന്ന് റിക്കവർ ചെയ്ത് പോകാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഒരുപാട് ടെൻഷൻസ് ആയിരുന്നു. നമ്മൾ ഓൺലൈനിലായിട്ടാണല്ലോ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത്, നമ്മുടെ ഈ പഠിത്തം അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് ഭയങ്കര ടെൻഷനായിട്ടൊരു കാര്യമായിരുന്നു. കാരണം അക്കൗണ്ടിങ് ഉണ്ട്, ഇത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്കത് വീണ്ടും അത് പോസിബിൾ ആയിരിക്കുമോ, അതിലൂടെ ഇങ്ങനെ എത്താൻ പറ്റുമോ, ആ ഒരു കാര്യത്തിലൊക്കെ എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു. അപ്പോൾ എന്നോട് എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ ചോദിച്ചിരുന്നു, നമുക്ക് അക്കൗണ്ടിങ്ങും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ എന്തായാലും അക്കൗണ്ടിങ് സ്റ്റുഡൻസ് ഒക്കെ ആണല്ലോ, ഡിഗ്രി ചെയ്യുമ്പോൾ നമുക്കറിയാമല്ലോ, അപ്പോൾ നമ്മൾ എം.കോമിലും അതിൻ്റെ ഇരട്ടി ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അവരെല്ലാം ചോദിച്ചിരുന്നു, നമ്മളിങ്ങനെ ഓൺലൈനായിട്ട് എടുക്കുമ്പോൾ അതൊക്കെ സേഫ് ആണോ, അതൊക്കെ നമുക്ക് തലയിൽ കയറുമോ, നമ്മൾ ക്ലാസ്സിൽ പോയിട്ട് തന്നെ നമുക്കത് ക്യാച്ച് ചെയ്യാൻ ഇത്തിരി പാടാണ് അക്കൗണ്ടിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ. അപ്പോൾ ആ ഒരു കാര്യത്തിലൊരു ഡൗട്ട് എനിക്കുണ്ട്. പക്ഷെ എന്നാലും ഇങ്ങനെ ഓൺലൈനിലുള്ള ക്ലാസ് ആയാലും നമുക്ക് അങ്ങനെ വീഡിയോ ബേസ് ചെയ്തിട്ട് ഇങ്ങനെ ഓരോന്നെടുത്ത് തരുമ്പോൾ എനിക്ക് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ എനിക്കത് ഒന്നുകൂടി അറ്റൻഡ് ചെയ്യാനൊക്കെ ആയിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. തിയറി ക്ലാസ്സുകളായാലും എല്ലാം റെക്കോർഡഡ് ക്ലാസ്സുകളായതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് നമുക്ക് അത് മനസ്സിലാക്കാൻ നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ സമയം കണ്ടെത്തി നമ്മൾ തന്നെ അതിലേക്ക് ഇൻവോൾവ് ആയി ചെയ്യുമ്പോൾ നമുക്കതിൽ കുറച്ചും കൂടി നമുക്കതിൽ സ്പെൻഡ് ചെയ്യാം. അതായത് നമുക്ക് ആ ഒരു ടൈം കിട്ടുമ്പോൾ നമുക്ക് നമ്മുടേതായ ഇഷ്ടത്തിനൊക്കെ ചെയ്യുമ്പോൾ നമ്മളായിട്ട് അതിന് ഇരിക്കുമെന്നാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത്. എനിക്കെല്ലാം കൊണ്ടും എനിക്ക് ഇന്ന് വരെ ഉണ്ടായിട്ടുള്ളതെല്ലാം കൊണ്ടും പോസിറ്റീവായിട്ടുള്ള നല്ലൊരു റിസൾട്ട് തന്നെയാണ് ഇതിൻ്റെ ഭാഗത്തും ലേൺ വൈസിൻ്റെ ഭാഗത്തൊക്കെ ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഞാൻ പറയുന്ന പോലെ തന്നെ ഇപ്പോൾ രാഗി മാമൊക്കെ ആണെങ്കിലും ഞാൻ എല്ലാ നേരത്തായാലും ഇങ്ങനെ സമയം എന്നൊന്നും ഉണ്ടായിരുന്നില്ല. ഒരുവിധം എനിക്ക് ഫ്രീ ആയത് ഇപ്പോൾ കൊച്ചും കൂടെ ഉള്ള കാരണം എനിക്ക് ഫ്രീ ആയി കിട്ടുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഓരോ ഡൗട്ട്സുകളായാലും ഓരോ കാര്യങ്ങളൊക്കെ ആയാലും എന്തെങ്കിലുമൊക്കെ ചോദിക്കുന്നത് ഞാൻ അപ്പോൾ തന്നെ എനിക്ക് എൻ്റെ എല്ലാ കാര്യങ്ങളൊക്കെ വേഗം എനിക്ക് അവിടെ നിന്ന് എന്ത് ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ എന്ത് ഫോമുകളായാലും എന്ത് ഇതൊക്കെ അയച്ചു തരാണെങ്കിലും എനിക്കത് അപ്പം നോട്ട് ചെയ്ത് അപ്പം അത് സംഭവം ചെയ്തില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു ഇതാണ്. എനിക്ക് കിട്ടുന്ന സാധനങ്ങളൊക്കെ അപ്പം വേഗം തീർത്തില്ലെങ്കിൽ എനിക്കത് ഭയങ്കര ഒരു ഇതാണത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അതും എനിക്ക് രാഗി മാമിനായാലും ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിലൊക്കെ രാഗി മാമും സൂപ്പറാണ്. പിന്നെ ഇതൊക്കെയാണ് എൻ്റെ ഒരു ജേണി എന്ന് പറയുന്നത്.
എനിക്ക് ലേൺ വൈസ് വരെ എത്തിപ്പെടാൻ പറ്റി. എനിക്ക് ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം കിട്ടി. നല്ല മാമിനെ കിട്ടി. ഈ ഇഗ്നോയിൽ എത്തിപ്പെടാനായിട്ടുള്ള ഒരു റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ ഒരുപാട് കുറേ എൻ്റെ ഒരു മാസ്റ്റർ ഡിഗ്രിയിൽ കുറേ ഞാൻ സെർച്ച് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഏത് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഏത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഇരുന്നാണ് എനിക്ക് എംകോം എൻ്റെ മാസ്റ്റർ ഡിഗ്രി എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയെന്ന് ഇങ്ങനെ ഒരുപാട് സെർച്ച് ചെയ്തപ്പോൾ ഞാൻ ആഡ് കണ്ട് ഞാനത് കുറേ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ യൂണിവേഴ്സിറ്റിയാണ് ഇന്ദിരാഗാന്ധി യൂണിവേഴ്സിറ്റി ഇഗ്നോ. അപ്പോൾ ഇഗ്നോയിൽ ഞാൻ ജോയിൻ ചെയ്യാൻ കാരണം അത് തന്നെയാണ്. കാരണം ഞാനിത് ഫോണിലൊക്കെ ഒരുപാട് സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൺലൈനായിട്ട് എനിക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ ഓൺലൈനായിട്ട്. ഇപ്പോൾ ഓഫ്ലൈൻ അത് എനിക്കിപ്പോൾ സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓൺലൈനായിട്ട് പഠിക്കാൻ നിന്നപ്പോൾ എനിക്ക് ഒരുപാട് യൂണിവേഴ്സിറ്റി നോക്കിയതിലും ഒരുപാട് ഇത് സെർച്ച് ചെയ്തപ്പോഴും എനിക്ക് കുറച്ചും കൂടി കിട്ടിയത് ടോപ്പായി നിൽക്കുന്നതും യൂണിവേഴ്സിറ്റി ആയിട്ടുള്ളത് ഇന്ദിരാഗാന്ധി യൂണിവേഴ്സിറ്റി തന്നെയാണ്. അങ്ങനെയാണ് ഞാൻ ഈ ഇഗ്നോയിലേക്ക് ജോയിൻ ചെയ്യാനായിട്ടുള്ള ഫസ്റ്റ് റീസൺ. പിന്നെ എനിക്ക് കുറച്ചുകൂടി കുറേ ആയിട്ടുള്ള ആഡുകളിലും പിന്നെ അതുപോലെ തന്നെ കുറേ ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോഴും ഫസ്റ്റ് റേറ്റിംഗിലൂടെ തന്നെ ഫസ്റ്റ് റേറ്റിംഗ് ആയിട്ട് കിടക്കുന്നതും ഇന്ദിരാഗാന്ധി യൂണിവേഴ്സിറ്റി ഇഗ്നോ തന്നെയാണ്. അങ്ങനെയാണ് ഞാൻ ഈ ഇഗ്നോയുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ എംകോം ചെയ്യുന്നത്. പിന്നെ എനിക്ക് എൻ്റെ ഒരു കറന്റ് ആയിട്ടുള്ള ഒരു അംബീഷൻ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഇത് എനിക്ക് എംകോം പാസ്സായി നല്ലൊരു പൊസിഷനിൽ എത്തണം തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ അക്കൗണ്ടിങ് ഫീൽഡ് എനിക്ക് ഇഷ്ടമാണ്. അതുപോലെ ടീച്ചിങ് ഫീൽഡ് ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ ചെയ്യണം. അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ കയറി പറ്റുക അങ്ങനെ ഒരു ഇതാണ് എനിക്ക് ഇപ്പോഴത്തെ ഒരു ഇത്. എംകോം കഴിഞ്ഞിട്ട് അങ്ങനെ കുറച്ച് പ്രാക്ടീസൊക്കെ എവിടെയെങ്കിലും നോക്കിയിട്ട് അങ്ങനെ കയറി പറ്റണം. പിന്നെ എനിക്ക് MBA എടുത്താലും എനിക്ക് കൊള്ളാമെന്നുണ്ട്. അപ്പോൾ എംകോമിൻ്റെ ആ ഒരു ഇത് കഴിയട്ടെ എന്ന് വെച്ചിട്ടാണ് അടുത്ത് നോക്കുന്നത്. അപ്പോൾ എനിക്ക് ആദ്യം ഭയങ്കര കൺഫ്യൂഷനായിരുന്നു MBA എടുക്കണോ എംകോം എടുക്കണോ എന്ന്. പിന്നെ ഞാനൊന്നും ആലോചിച്ചില്ല, എംകോം അതിലേക്ക് അങ്ങനെ പോയി. അപ്പോൾ ഇനി നോക്കട്ടെ. MBAയുടെ കാര്യത്തിലും കൂടി ഇങ്ങനെതായിട്ട് നിൽക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെയാണ് എൻ്റെ ആ ഒരു പെടാനായിട്ടുള്ള ആ ഒരു ജേണി. എൻ്റെ ജേണി ഇതാണ്. ഞാനിതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എനിക്കിതുപോലെ ഞാൻ ആ ഒരു റേറ്റിംഗ് കണ്ടിട്ട് തന്നെയാണ് ഞാൻ ഈ ഇഗ്നോൻ്റെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയത് എൻ്റെ മാസ്റ്റർ ഡിഗ്രിക്ക് വേണ്ടിയിട്ട്. എൻ്റെ ഒരു അംബീഷൻ ഞാൻ പറഞ്ഞു, ഇതൊക്കെ തന്നെയാണ് എൻ്റെ ഒരു അംബീഷൻ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ആ ഒരു ഇതിലേക്ക് എത്തിപ്പെടാൻ പറ്റിയിട്ടുള്ള ഒരു ജേണി. താങ്ക് യു ഫോർ എവറിത്തിങ്. താങ്ക് യു.